ഹായ് ഹലോ, എല്ലാവർക്കും ഒരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഒരു ഈവനിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. പൂമ്പുര അമ്മയുടെ പൊട്ടെടുത്തോണ്ട് പോയി. ഇനി എന്തോ ചെയ്യും? അത് സാരമില്ല, ഭൂമി എടുത്തോട്ടെ, സാരമില്ലടി. അമ്മ വേറെ പൊട്ടി തരാം, ബാഡി വേറെ പൊട്ടി തരാടി. ഭൂമിക്കുട്ടിന് എന്തുവാ വേണ്ടേ? ആപ്പിളോ? എന്ത് പൊട്ടോ? പൊട്ട് തൊടണോ? ശുണ്ടനായി. സുന്ദരിയായോ? ആരാ സുന്ദരിയായേ? ഭൂമി ഇങ്ങോട്ട് വന്നേ, നോക്കട്ടെ. ഇങ്ങോട്ട് നോക്കി. പൊന്നിന്റെ ആപ്പിൾ എവിടെ? അതെടുക്ക്, പാത്രം എടുക്ക്, പാത്രത്തിലോട്ട് അമ്മ ഇട്ട് തരാം. ഇങ്ങനെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ ഭൂമിക്കുട്ടൻ കുരു മാത്രം കാര്യം എടുത്തിട്ട് ബാക്കി അവിടെ വെച്ചേക്കും. അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൊതിയുടെ പുറത്തുള്ള കഴിക്കലാണ് കേട്ടോ ഇത്. ആരാ ചുന്ദരി? ഭൂക്കുട്ടിക്കുട്ടനാണോ? ആരാ സുന്ദരി? പിച്ചിച്ച സുന്ദരിയാണോ? പിച്ചിച്ച ചുണ്ടരൻ. ചുണ്ടരൻ അമ്മ ആരാ? ആര്യമ്മയാണോ? ചുമക്കുന്നോ? എനിക്ക് ചുമക്കുന്നു. പനിയില്ല, ചുമ മാത്രം. എന്താ വേണ്ടേ? പെരുക്ക. എന്റെ പാത്രം എവിടെ? പേരക്ക തീരുന്നോ? കടുവ പിടിക്കാൻ ചെന്നപ്പോഴേ പന്നി ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് പേരയ്ക്കൊക്കെ തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് അണ്ണാണ് മെസ്സേജ് ഇടുന്നത്, നാളെ രാവിലെ അണ്ണാണ് പോകണമെന്ന്. അപ്പോൾ അഥവാ ഇനി ചോറ് കൊണ്ടുപോകണമല്ലോ എന്നോർത്ത് ഞാൻ അരി ഇട്ടേക്കാൻ ഓർത്തു. അത് കഴിഞ്ഞ് കുറേ നേരം കളിച്ച് അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഇരുന്ന് അവർ പല്ല് തേപ്പിക്കാൻ ഓർത്തു. ഉറക്കം വരുന്നതിന് മുന്നായിട്ട് പല്ല് തേക്കൽ നടന്നില്ലെങ്കിൽ പിന്നെ ഒരു ഞെരക്കവും കരച്ചിലും ഒക്കെ കാണും. അപ്പോൾ ആദ്യം അവരൊന്ന് കുറച്ച് നേരം ഒന്ന് പല്ല് തേക്കാൻ അതുകൊണ്ട് നടക്കും. അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ തരും. വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മുതല ചാടി പിടിക്കാൻ വന്നു. അപ്പോൾ പന്നി ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അവിടെ നിന്ന് ഓടി 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 കുറേ ദൂരെ. ഈ കഥ തന്നെയല്ലേ മുന്നേയും പറഞ്ഞെന്ന് ആർക്കെങ്കിലും തോന്നിയോ? ആ കഥ തന്നെയാണ് ഈ കഥ. ഇനി ഈ കഥ ഉറങ്ങുന്നിടം വരെ ഇങ്ങനെ ഓടിക്കോട്ടിരിക്കും. അവിടെ ഒരു കുഴി കണ്ടു. പന്നി ആ കുഴിക്കകത്ത് കയറി പാത്തിരുന്നു. എന്നിട്ട് ഒരു ഇന്നിക്കഥ കേട്ടില്ലേ? അത് ഇപ്പം കേട്ട കഥ തന്നെ റിപ്പീറ്റ് അടിക്കാനുള്ള സിമ്പലാണ്. ഈ കാണുന്ന തലകുത്തിമറിയലൊന്നും നമ്മളായിട്ട് പഠിപ്പിച്ചതല്ല, അതൊക്കെ അവർ സ്വന്തമായിട്ട് പഠിച്ചെടുത്തിട്ടുള്ള കഴിവുകളാണ്. പിന്നെ ഈ കാണുന്നത് ഇത് ആദ്യമൊക്കെ ഞാൻ പറയായിരുന്നു, മക്കളെ തലേനെടുത്ത് കളിക്കരുത്, അത് നമുക്ക് കിടക്കാനുള്ളതാണ്, നോ എന്നൊക്കെ പറയായിരുന്നു. ആദ്യമൊക്കെ അനുസരിക്കുമായിരുന്നു. ഇപ്പോൾ പയ്യെ രണ്ടുപേരും കൂടി അതിനൊക്കെ ഭയങ്കര സഹകരണമാണ്. രണ്ടുപേരും കൂടി കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ച് മടുത്ത് കഴിയുമ്പോൾ തന്നെ നിർത്തിക്കോളും. ആരും അടച്ച പടമാ പിറ്റിക്കുട്ട ഭിത്തിയില്? ആരും വരച്ച പടം അതൊക്കെ? എന്തൊക്കെയാ അതൊന്ന് പറഞ്ഞു തരുമോ മക്കളെ? എന്തോ ആ പടം ഒന്ന് പറഞ്ഞു തന്നെ. ബൂബരി ഭൂമിക്കുട്ടി അതെന്തൊക്കെയാണെന്ന് പറഞ്ഞേ വരച്ചേക്കുന്നത്. ആരാ വരച്ചതൊക്കെ? ഭൂമിയും വരച്ച് ഭിത്തിയും വരച്ചോ? എന്തൊക്കെയാ വരച്ചേ? അതെന്തുവാന്ന് പറഞ്ഞ? എടാ എന്തുവാ? അങ്ങനെ വളരെ തിരക്ക് പിടിച്ച പണികളൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കിടന്നുറങ്ങി. അണ്ണാണ് നാളെ വേണേലോ എന്നോർത്ത് ചോറിട്ടുകൊണ്ട് എനിക്ക് ഇച്ചിരി മുട്ട പൊരിച്ച് ചോറ് കഴിക്കാൻ തോന്നി. നല്ല രസവും ഇരിപ്പുണ്ടായിരുന്നു ചേട്ടൻ. അപ്പോൾ നമ്മൾക്ക് ചോറ് കഴിക്കാം.
ചോറും മുട്ടയും രസവും അച്ചാറും പിന്നെ ഒരു ഇഡലി ഇരിപ്പുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഫുഡ്. ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കുറച്ച് കിസ്മിസ് പണികൾ ഒക്കെ ചെയ്യാൻ ഓർത്തു. അതൊക്കെ ചെയ്ത് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നമ്മൾ കിടക്കാനെ കൊണ്ട് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഈ കുട്ടി ഈവനിങ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു. ഉറക്കം നല്ലതായിട്ട് വരുന്നുണ്ട്.